അധികം തെറിച്ചു പോകില്ല. അതുപോലെ നമ്മുടെ പേഷ്യൻ്റ് ഈ സമയത്തൊക്കെ വളരെയധികം സേഫ്. ആക്സിഡൻറ്റ് പറ്റിയ കാറ് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഊട് വയ്ക്കും. ഹായ് ഗൈസ്, UK ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർഫോഴ്സ് എങ്ങനെയാണ് ഒരാളെ രക്ഷപ്പെടുത്തുന്നതെന്നുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണ പോലെയല്ല ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്യണത്. ഇപ്പോൾ നാട്ടിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കൂടിയിരിക്കണ എല്ലാവരും കൂടിയിട്ട് അയാളെ കാറിൽ നിന്ന് പുറത്തെടുത്ത് രക്ഷിക്കാൻ നോക്കും. ഇവിടെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പകരം അവർ ചെയ്യണത് എമർജൻസിയിലേക്ക് വിളിക്കുകയുള്ളൂ. അപ്പോൾ എമർജൻസിക്കാർ വന്ന് അവരാണ് ബാക്കിയെല്ലാം ഡീൽ ചെയ്യണത്. കാരണം അപകടത്തിൽപ്പെട്ട ഒരാളെ സേഫായിട്ട് പുറത്തെത്തിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ട്രെയിൻഡ് അല്ലാത്ത നമ്മൾ ഇവരെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ കാറ് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഊട് വയ്ക്കും. 4 ടയറിൻ്റെ അടിയിൽ ഊട് വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് ഊട് വയ്ക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റായിക അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിയുടെ പാർട്ട് സ്റ്റക്ക് ആവുന്ന രീതിയിൽ ഒരിക്കലും ഊട് വയ്ക്കരുത്. ഇങ്ങനെ ആക്സിഡൻ്റ് ആകുമ്പോൾ മെയിനായിട്ട് 2 സിറ്റുവേഷൻസാണ് വരുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന വ്യക്തി അൺകോൺഷ്യസ് ആയ അവസ്ഥ. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിഡൻ്റ് ആയ വ്യക്തി കോൺഷ്യസ് ആണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഷ്യസ് ആയ ഒരാളെ റെസ്ക്യൂ ചെയ്യാൻ ഇത്തിരി കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് കോൺഷ്യസ് ആയ ഒരാളുടെ റെസ്ക്യൂ ആണ്. അപ്പോൾ ആള് കോൺഷ്യസ് ആയ ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കണതെന്നും എങ്ങനെയാണ് ഇവർ റെസ്ക്യൂ ചെയ്യണതെന്നൊക്കെ ആളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ്സിൽ ക്ലിൻ ഫിലിം ഒട്ടിക്കലാണ്. ക്ലിൻ ഫിലിം ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ചീളുകൾ ഗ്ലാസ് ചീളുകൾ തെറിച്ച് റോട്ടിലൊക്കെ പോവാതിരിക്കാനും എസ്പെഷ്യലി വണ്ടിയുടെ അകത്തിരിക്കുന്ന ആൾക്ക് ഗ്ലാസിൻ്റെ ചീളുകൾ കൊണ്ട് കൂടുതൽ അപകടങ്ങൾ പറ്റാതിരിക്കാനും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇവർ ബ്രേക്ക് ചെയ്യാൻ പോണ എല്ലാ ചില്ലുകളും നല്ല സ്ട്രോങ് ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു റെസ്ക്യൂ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ഈ ഡോറ് തുറന്ന് ആളെ ഇങ്ങോട്ട് ഇറക്കിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേ എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ആക്സിഡൻറ്റിന് ശേഷം ഇൻറ്റേർണൽ ബ്ലീഡിങ് കൊണ്ട് ആൾ മരിച്ചുപോയി എന്നൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ വളരെ സേഫായിട്ട് പുറത്തിറക്കാനുള്ള വേ ആണ് ഇവർ ആദ്യം ചെയ്യണത്. അതിനുശേഷം പാരാമെഡിക്കൽ ടീം വന്ന് ബേസിക് ചെക്കപ്പൊക്കെ നടത്തി അത്യാവശ്യം വേണ്ട ബേസിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ വ്യക്തിനെ കാറിൽ നിന്ന് പുറത്തിറക്കി ആംബുലൻസ് കയറ്റുള്ളൂ. I might escort them out of the car on a longboard, or I might, if the paramedics say to me, well, I want them out in 5 minutes, okay, I can do that. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന സൈഡിലെ ചില്ലുകളെല്ലാം വളരെ ഭംഗിയായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ചില്ലിൻ്റെ ഒരു കോർണറിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് ചില്ല് മൊത്തമായിട്ട് ബ്രേക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ക്ലിൻ ഫിലിം ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ ആ സൈഡിലെ ഫുൾ ഗ്ലാസും നല്ല ഭംഗിയായിട്ട് തന്നെ റിമൂവ് ചെയ്ത് ഇങ്ങോട്ട് പോരും. നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില്ലിൻ്റെ തരികളൊന്നും റോട്ടിലോട്ടൊന്നും അധികം തെറിച്ച് പോകില്ല. അതുപോലെ നമ്മുടെ പേഷ്യൻ്റ് ഈ സമയത്തൊക്കെ വളരെയധികം സേഫാണ് അവിടെ. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഡോറ് ബ്രേക്ക് ചെയ്യും. ഈ ഡോറ് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്ത് മാറ്റിയിട്ട് വേണം ഈ പേഷ്യൻറ്റിനെ പുറത്തോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് പേഷ്യൻറ്റിനെ സേഫ് ആക്കാനായിട്ട് കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളും ക്രോസ് വയ്ക്കും. അതുപോലെ തന്നെ പേഷ്യൻ്റെ മേത്ത് പ്രത്യേകതരം ഒരു ക്ലോത്ത് ഉണ്ട്, ആ ക്ലോത്ത് ഇടുകയും ചെയ്യും. ഇനി അടുത്ത അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് ഫുള്ളി റിമൂവ് ചെയ്തെടുക്കലാണ്. അങ്ങനെ ഡോറ് ബ്രേക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് പ്രത്യേകതരം ടൂൾസുകളുണ്ട്. ഇതുപോലുള്ള ആക്സിഡൻറ്റ് UK എവിടെയെങ്കിലും വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു എമർജൻസി വിളിക്കുകയാണെങ്കിൽ ഫയർഫോഴ്സ് മാത്രമല്ല വന്നെ, ഒരു പാരാമെഡിക്കൽ ടീം കൂടിയാണ് വന്നെ. നിലവിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നോർമലി എയർ ബാഗ് പൊട്ടാറാണ് പതിവ്. ഇനി ഇൻ കേസ് എയർ ബാഗ് പൊട്ടിയില്ലെങ്കിൽ ഇവർ ഈ റെസ്ക്യൂവിന് മുന്നേ എയർ ബാഗിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. എന്നിട്ടാണ് ഡോറൊക്കെ പൊളിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇങ്ങനെ ഡോറ് പൊളിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യണവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിടും, അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവരിതൊക്കെ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ആക്സിഡൻറ്റ് പറ്റിയാൽ കൂടുതൽ പാനിക്കാക്കാതെ വളരെ കംഫർട്ടാക്കി ഇരുത്തുന്നുണ്ട്. അതും കൂടാതെ ഇവരെന്തൊക്കെയാണ് ചെയ്യണതെന്നുള്ളത് ആളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്ര സ്പേസ് ഉണ്ടെങ്കിൽ പാരാമെഡിക്കൽ ടീമിന് സേഫായി ആക്സിഡൻറ്റ് പറ്റിയ ആളെ പുറത്തെടുക്കാനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും.
സോ ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫയർഫോഴ്സ് ടീമിൻ്റെ വർക്ക് കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. ഇതിനുശേഷം പാരാമെഡിക്കൽ ടീം വന്ന് ഈ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ആവശ്യമെങ്കിൽ അവരെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റും ചെയ്യും. യു കെയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അതിനെ ഡീൽ ചെയ്യണത്. പൊതുവേ യു കെയിലുള്ളവർ എല്ലാ കാര്യങ്ങൾക്കും വളരെ സേഫായിട്ടുള്ള വേ ആണ് പ്രിഫർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സ്കൂൾ ടൈം തൊട്ടേ ഓരോരോ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാനുള്ള ട്രെയിനിങ് ഇവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. യു കെയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എടുക്കണ മെത്തേഡാണോ, നാട്ടിലൊരു ആക്സിഡൻറ്റ് നമ്മുടെ ഇന്ത്യയിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എടുക്കണ മെത്തേഡാണോ ശരിയായ രീതി, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.